എൻ്റെ പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, ഇന്ന് നമുക്ക് മിഥുന രാശി 2025 എങ്ങനെയാണെന്ന് നോക്കാം. മിഥുന രാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർജന്മമാണെന്ന് തന്നെ നമുക്ക് പറയാം. 2025 പൊതുവെ മിഥുന രാശിക്കും മിഥുന ലഗ്നത്തിനും വളരെ ഭാഗ്യദായകമാണ്. ശനിയുടെ 10ാം ഭാവത്തിലേക്കുള്ള മാറ്റം ചില ജോലി സ്ഥലങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സ്ഥാനചലനവും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും പൊതുവെ വളരെ സന്തോഷം തരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ വീഡിയോ മുഴുവൻ കാണുന്നവർക്കായി ചില രഹസ്യങ്ങൾ ഞാനിതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാകും. ഇവർക്ക് പൊതുവെ മിഥുനരാശിയെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല അറിവുള്ളവരായിരിക്കും, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വളരെ ആഗ്രഹമുള്ളവരായിരിക്കും. ഏത് കാര്യവും കഠിനമായി വർക്ക് ചെയ്യാതെ കുറുക്ക് വഴി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് തീർക്കാൻ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പിന്നെ 2025 എന്ന് പറയുമ്പോൾ ആരോഗ്യത്തെ സംബന്ധിച്ചോളം രാഹുവിൻ്റെയും കേതുവിൻ്റെയും ചലനം മാനസിക സമാധാനത്തെ ബാധിക്കാം. പക്ഷേ ഇവയുടെ നക്ഷത്ര സ്ഥാനം നോക്കുമ്പോൾ രാഹു വന്നിട്ട് ഉത്രട്ടാതിയിലേക്ക് മാറും. ഉത്രട്ടാതിയിൽ നിന്ന്, അതായത് കുംഭരാശിക്ക് മാറുമ്പം അതിലെ ആദ്യത്തെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറും. ഇത് അവരവരുടെ നക്ഷത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്, അതായത് അവരവരുടെ നക്ഷത്ര സ്വഭാവം അനുസരിച്ച് ഇപ്പോൾ അത് വന്നിട്ട് ഈ ഉത്രട്ടാതി നക്ഷത്രം 1-10-19 അത് ജന്മധാരയായിട്ടും, 2-11-20 സമ്പദ്ധാരയായിട്ടും, 3-12-21 എന്ന വിപത്തുധാരയായിട്ടും, 4-13-22 എന്നുള്ള ക്ഷേമധാരയായിട്ടും, 5-13-14-23 എന്നുള്ളത് പിന്നെ പ്രത്യുധധാരയായിട്ടും പോകുന്നതാണ്. 2025 രാജഗ്രഹങ്ങളായ ഗുരു 12ാം ഭാവത്തിൽ നിന്ന് ലഗ്നഭാവത്തിലേക്ക് വരുന്നത് ജാതകർക്ക് വളരെ വലിയ ഒരു ഭാഗ്യം കൊണ്ടുവരുന്നതായിട്ട് കാണും. നല്ല ദീർഘായുസ്സും ധനവും സൗന്ദര്യവും ഈ സമയത്ത് അവർക്ക് ഉണ്ടാകും. ഏപ്രിൽ നമ്മൾക്ക് ഗുരുവിൻ്റെ മാറ്റം നടക്കുന്നതാണ്. അതേപോലെ ശനി 9ാം ഭാവത്തിൽ നിന്ന് 10ാം ഭാവത്തിലേക്ക് മാറും. ശനിയുടെ 9ാം ഭാവത്തിൽ നിന്ന് 10ാം ഭാവത്തിലേക്കുള്ള മാറ്റം കുറച്ച് ചെറിയ കലഹങ്ങൾ ഉണ്ടാക്കുമെങ്കിലും പൊതുവെ വളരെ ആലോചിച്ച് കർമ്മരംഗത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാമർഥ്യം നൽകും. അതേമാതിരി രാഹുകേതുക്കളുടെ മാറ്റം, രാഹുകേതുക്കൾ 10ാം ഭാവത്തിൽ നിന്ന് രാഹു 9ലേക്കും യഥാക്രമം 4ാം ഭാവത്തിൽ നിന്ന് കേതു 3ാം ഭാവത്തിലേക്കും വരും. 3ാം ഭാവത്തിലുള്ള കേതു ഗുണസമ്പന്നതയും ധനവും നൽകുമ്പോൾ 9ാം ഭാവത്തിലുള്ള രാഹു കീർത്തിയും ധനലാഭവും തരുന്നു. അപ്പോൾ എന്തുകൊണ്ടും രാജഗ്രഹങ്ങളായിട്ടും വർഷത്തിലുള്ള ഗ്രഹങ്ങളായ ഗുരു, രാഹു, കേതു, അതുപോലെ ശനി, ഇത്രയും ഗ്രഹങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഈ മിഥുന രാശിക്ക് വർക്കാകുന്നു. പൊതുവെ കർമ്മരംഗത്തുള്ള ഒരു സ്ഥാനചലനത അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഒഴികെ ധനകാര്യത്തിലും ഭാഗ്യസ്ഥാനത്തും നന്നായിരിക്കുന്നത് കൊണ്ട് 2025 മിഥുനത്തിനെ സംബന്ധിച്ചുള്ള ഒരു പുനർജന്മം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 12ാം ഭാവത്തിലുള്ള ഗുരു 12ാം ഭാവത്തിൽ മറഞ്ഞ ഒരു ഗുരു ലഗ്നത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ രാഹുകേതുക്കളുടെ സ്ഥാനവും 10ൽ നിന്ന് 9ലേക്കും 4ൽ നിന്ന് 3ലേക്കും വരുന്നു. ഇത് വന്നിട്ട് അവരുടെ ജീവിതത്തിൽ തന്നെ, അതായത് അമ്മയ്ക്കോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലോ ഉള്ള പ്രോബ്ലംസ് എല്ലാം, കേതുവിനാൽ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം മാറും. അതുപോലെ തന്നെ രാഹുവാലുള്ള ചില ദോഷങ്ങൾ, ജോലിയിലുള്ള ദോഷങ്ങളെല്ലാം കുറഞ്ഞ് പിന്നെ കുറച്ചുകൂടി നല്ല ഒരു സ്മാർട്ട് വർക്കിലേക്ക് മാറാനുള്ള ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്.
എന്നാലും മിഥുനരാശിക്കാർ അവരുടെ സ്വഭാവത്തിലുള്ള ചില ഗുണങ്ങൾ അവർക്ക് ദോഷമായിട്ട് ഭവിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്നല്ലേ, മിഥുനരാശിക്കാർ വളരെ സ്നേഹമുള്ളവരും വിശാലമായിട്ടുള്ള മനസ്സുള്ളവരുമാണ്. ഇത് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ കാരണമാകുന്നു. അവരുടെ സ്വന്തമെന്ന് അവർ വിചാരിക്കുന്ന പലതും അവർക്ക് സ്വന്തമെന്ന് വിചാരിക്കുന്ന പലരും അവരെ വന്നിട്ട് കൂട്ടുകാരായാലും ശരി ബന്ധുക്കളായാലും ശരി വേണ്ടിയ സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാതെ അവരെ നിന്ദിക്കുന്നതായിട്ട് കാണാം. സ്വന്തം കാര്യത്തിൽ കുറച്ച് സെൽഫായിട്ട് വിചാരിച്ച് മുന്നോട്ട് പോയാൽ മിഥുനരാശിക്ക് 2025 പൊതുവേ നല്ലതായിരിക്കും. പിന്നെ മിഥുനരാശിയുടെ അധിപൻ ബുധനായതുകൊണ്ട് ജാതകത്തിൽ ബുധൻ്റെ സ്ഥാനം വളരെ മുഖ്യമാണ്. അതായത് പിറന്ന ജാതകത്തിൽ, അതായത് ആരുടത്തിൽ ബുധൻ വന്ന് നല്ല ഒന്നിലെ മിഥുനത്തിലോ അല്ലെങ്കിൽ കന്നിയിലോ ആണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഉപകാരമാണ്, വളരെ ഹെൽപ്ഫുള്ളാണ്. അതേ പക്ഷേ നീചാവസ്ഥയിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ അത് ജാതകർക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അങ്ങനെ നീചാവസ്ഥയിൽ ബുധൻ നിന്ന് അവർക്ക് വളരെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിന് പരിഹാരമെന്നോണം നമുക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണന് ബുധൻ്റെ സ്ഥാനം അനുസരിച്ച് ബുധൻ എവിടെ നിൽക്കുന്നോ അതിനനുസരിച്ചുള്ള പരിഹാര ക്രിയകൾ ചെയ്യണം. ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും പരിഹാരം ചെയ്യുന്നത് വന്നിട്ട് പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ച് പരിഹാരം ചെയ്താൽ അത് വന്നിട്ട് പെട്ടെന്ന് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ഇപ്പം മേടത്തിലാണ് ബുധനെങ്കിൽ വിളക്ക് വയ്ക്കുക, ഇടവത്തിലാണ് ബുധനെങ്കിൽ പിന്നെ നല്ല എന്താ പറയുന്നത് പൂക്കൾ അർപ്പിക്കുക, മിഥുനത്തിലാണെങ്കിൽ നല്ല മണമുള്ള സാമ്പ്രാണി കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞത് ശ്രീകൃഷ്ണൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. അതുപോലെ കർക്കിടകത്തിലാണ് ബുധനെങ്കിൽ അഭിഷേകം ചെയ്യുക. ഇങ്ങനെ ഓരോ രാശിക്കും അതിൻ്റെ പഞ്ചഭൂത തത്വം അനുസരിച്ച് നമ്മൾ പരിഹാരം ചെയ്യണം. പ്രത്യേകിച്ച് ബുധൻ എന്ന് പറയുമ്പോൾ ബുധനാഴ്ച രാവിലെ ബുധഹോരയിൽ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇത് ബുധൻ നീചാവസ്ഥയിലാണെങ്കിൽ അത് വന്ന് നമ്മുടെ ജാതകത്തിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കും. ബുധൻ ഉച്ചത്തിലാണെങ്കിൽ അത് കൂടുതൽ ഭാഗ്യത്തെ നമുക്ക് തരും. അതുകൊണ്ട് പൊതുവെ മിഥുനരാശിക്കാർ ബുധനെ ബലപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അവരുടെ ജീവിതത്തിൽ. ഇതിൽ ഒരു 50% ലഗ്നത്തിൻ്റെ കാര്യത്തിൽ ബുധൻ, അതായത് മിഥുന ലഗ്നമായാലും ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഇതെല്ലാം നമ്മൾ ഗോചരത്തെ വെച്ചിട്ടാണ് പറയുന്നത്. യഥാർത്ഥമായി അവരുടെ ജാതകത്തിലുള്ള അത് വന്നിട്ട് ജാതകത്തിൽ എങ്ങനെയാണ് ഗ്രഹങ്ങളുടെ അവസ്ഥ എന്നതും ഒരു മുഖ്യമായ കാര്യമാണ്. അതുപോലെ ഈ സമയത്ത് നടക്കുന്ന ദശയുടെ കാര്യത്തിൽ, ദശ അത് 8, 12 ഇതിലൊന്നും പോകാതെ, അതായത് ദശകളുടെ സബ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ സബ്ലോട്ട്സ് 6, 8, 12 പോകാതെ ഇരുന്നാൽ വളരെ ഗുണം ചെയ്യും. അത് ഇപ്പോൾ നമുക്ക് ഒരു ജാതകത്തിൻ്റെ പൊതുതത്വം പറഞ്ഞാൽ 30% നമ്മുടെ ജാതകവും 30% ഗോചരവും 30% ദശയും, അപ്പോൾ 90% ആയില്ലേ. 10% ഭാഗ്യം, അതായത് ദൈവം, അതായത് ആ എനർജി ആണ് നമുക്ക് തരുന്നത്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ മുഴുവൻ കണ്ടവർക്കായി ഒരു രഹസ്യമെന്ന് പറഞ്ഞാൽ സാധാരണ യൂട്യൂബ് വീഡിയോസിലൊന്നും അധികം കാണാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ബുധൻ്റെ പോസിറ്റീവ് എഫക്റ്റുകൾ നമുക്കറിയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചിലയിടത്തൊക്കെ ബുധൻ വന്നിട്ട് വളരെ നീചാവസ്ഥയിലേക്ക് മാറുന്ന ജാതകങ്ങളുണ്ട്. ജന്മജാതകങ്ങളിലെ ചിലതിലൊക്കെ ബുധൻ മീനരാശിയിൽ നിൽക്കുന്നതായിട്ടറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം ബുധൻ നീചാവസ്ഥയിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സൂര്യനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് കമ്പസ്റ്റേഷനിലായിരിക്കും. ചിലപ്പോൾ പാപഗ്രഹങ്ങളുടെ വീക്ഷണമുള്ള ബുധനായിരിക്കും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ മിഥുനരാശിക്കോ മിഥുന ലഗ്നത്തിനോ വന്നിട്ട് ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുള്ള ഉടനീളം കാണുവാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ കൃഷ്ണനെ പൂജിക്കും, അല്ലെങ്കിൽ ശിവനും പാർവതിയും ചേർന്ന അർദ്ധനാരീശ്വര സ്വരൂപത്തെ പൂജിക്കും. ഇത് രണ്ടും ബുധനെ നമ്മൾ പൂജിക്കുന്നതിന് സമമാണ്.
പിന്നെ ലാൽ കിതാബ് എന്നുള്ള ഗ്രന്ഥത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ വന്നിട്ട് പിന്നെ ഈ നമുക്കറിയാം ലാൽ കിതാബിലൊക്കെ പറയുന്ന പോലെ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലേ, അവർക്ക് വേണ്ടിയ മാതിരിയുള്ള പരിചരണം കൊടുക്കുക, അവർക്ക് വേണ്ടിയത് ആഹാരം കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക. ഇതൊരു ബുധന് വളരെ നല്ലൊരു പരിഹാരമാണ്. അതുപോലെ നമ്മൾക്ക് അനാഥരായ കുട്ടികൾക്ക് പച്ച വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. പച്ച വസ്ത്രം ബുധന് ചെയ്യാവുന്ന ഒരു പരിഹാരമാണ്. ഇത് രണ്ടുമല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, പച്ചമുളകില്ലേ, ഈ പച്ചമുളക് ബുധഹോരയില്ലേ, നീചത്തിലാണെങ്കിൽ മാത്രമേ ചെയ്യാവൂ. ബുധൻ നീചത്തിലാണെങ്കിൽ, ബുധൻ വീക്കായിട്ടുള്ള ഒരു ജാതകത്തിൽ, ബുധൻ പോസിറ്റീവായിട്ടുള്ള ജാതകത്തിൽ ചെയ്യരുത്, അത് പ്രത്യേകം പറയാം. അപ്പോൾ പച്ചമുളക് എടുത്തിട്ട്, അതൊരു താന്ത്രിക വിധിയാണ്. പച്ചമുളക് എടുത്ത് രാവിലെ ആ ബുധഹോരയിൽ ചെറിയതായിട്ട് അരിഞ്ഞ് കളയുക, ചെറിയതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് കളയുക. ഇതും ബുധൻ നീചത്തിലുള്ളൊരു പരിഹാരത്തിനുള്ളൊരു പരിഹാരമാണ്. അതിൽ ബുധൻ വക്രത്തിനുണ്ടെങ്കിൽ ഇതൊരു പരിഹാരമാണ്. ഇതൊക്കെ പിന്നെ താന്ത്രിക് വിധിയിൽ പറഞ്ഞ രഹസ്യങ്ങളാണ്. എൻ്റെ ഈ വിശദീകരണം ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി. ദയവ് ചെയ്ത് ഈ ജ്യോതിഷ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.